ചെറുപയർ പരിപ്പ് കറി തയ്യാറാക്കാനായിട്ട് കുക്കറിലേക്ക് 1 കപ്പ് ചെറുപയർ ഇടാം. ഇതിലേക്ക് ഇനി വേവിക്കാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 വിസിൽ കേൾക്കുന്നത് വരെ ഇത് നന്നായിട്ട് പാകം ചെയ്യണം. പാകമായി കഴിഞ്ഞാൽ കുക്കർ തുറന്ന് പയറ് വെന്തോ എന്ന് നോക്കുക. ഇനി ഒരു പാനിൽ എണ്ണയൊഴിച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റുക. സവോള നന്നായിട്ട് വഴണ്ടു കിട്ടണം. ഇനി ഒരു മിക്സി ജാറിൽ ചിരകിയ തേങ്ങ, തക്കാളി എന്നിവയിട്ട് അരച്ചെടുക്കുക. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആയി ഇത് കിട്ടണം. ഇത് ഇനി വഴറ്റാൻ വെച്ചിട്ടുള്ള ചേരുവകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി മിക്സി ജാറിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കുക. ഒരു 3-4 മിനിറ്റ് ഇത് പാകം ചെയ്യണം. അടുത്തതായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം. ഒരുപാട് കട്ടിയായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുക. ഇനി വേവിച്ചു വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി പാകം ചെയ്യണം. പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നാരങ്ങ നീര് കൂടെ പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ചെറുപയർ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പുട്ടിൻ്റെയോ അപ്പത്തിൻ്റെയോ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ വരെ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.